PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ SCERT പാഠപുസ്തകമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ കുറെ നാളുകൾ നമ്മൾ പുതിയ SCERT പാഠപുസ്തകത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. SCERT നിങ്ങൾക്ക് അറിയാം, ഏതൊരു PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയും 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം PSC പരീക്ഷയ്ക്ക് എല്ലാം തന്നെ ഈ SCERT പാഠപുസ്തകങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഏതൊരു PSC നിങ്ങൾ എടുത്തു നോക്കിക്കോ, ആ PSCയുടെ എല്ലാം ജനറൽ PSCയുടെ SCERT ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും. ഒരു 100 മാർക്കിന്റെ SCERT പാഠപുസ്തകം ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ എടുത്തു നോക്കുവാണ്, 100 മാർക്കിന് ചോദ്യ പേപ്പർ നോക്കി കഴിഞ്ഞാൽ 40 ചോദ്യങ്ങളും ഏറ്റവും കുറഞ്ഞത് SCERT ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അത് ഷുവർ കട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രമാത്രം പ്രാധാന്യമാണ് SCERT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERTയുടെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിൽ 5, 7, 9 പാഠപുസ്തകങ്ങളുടെ പ്രത്യേകത അറിയാലോ. അത് പുതിയ പാഠപുസ്തകമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറി വന്ന പാഠപുസ്തകമാണ്. അപ്പൊ ഈ മാറിയ പാഠപുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 5ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇപ്പൊ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ SCERT പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിച്ചു പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ കണ്ടു പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ SCERT മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ, ഒരു ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിൽ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പാഠപുസ്തകമായതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആക്ടിവിറ്റീസിനെയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മെയിൻ ഫാക്റ്റുകളും പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഴയ SCERTയും പുതിയ SCERTയും സോഷ്യൽ സയൻസിന്റെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, 3 ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കുള്ളത് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ SCERT പഴയതും പുതിയതും ഒന്നും പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഫുൾ SCERT സോഷ്യൽ സയൻസിനകത്ത് കവറാണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ SCERT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമ്മുടെ ഭൂമി. ഇത് 7ാം ക്ലാസ്സിലെ പുതിയ SCERTയിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ തുടക്കത്തില് ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോടിക്കണക്കിന് വർഷം മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു തീഗോളമാണെന്നു ഞാൻ, പിന്നീട് എങ്ങനെയാണ് തണുത്തുറഞ്ഞ ജീവജാലങ്ങൾ ഉണ്ടായത് എന്ന് കുട്ടികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പാരഗ്രാഫാണ് ആദ്യത്തേത്. ഇതിനകത്ത് ഉള്ളറകളിലേക്ക് എന്ന് പോലാണ് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ, എന്നാൽ ഉള്ളിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊരു തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഉള്ളറകളിലെ ചൂട് എത്രമാത്രം ഉള്ളതാണെന്ന്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഉള്ളറകളിലെ ചൂട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ ഒരു ഭൗമ ഉപരിതലത്തിലെ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പൊ 5000 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഒരു 35, 36, 37 ഒക്കെ, പാലക്കാടൊക്കെയാണ് 43 മാക്സിമം വന്നേക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രമായിട്ടുള്ള തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഉള്ളറകളിൽ ഭൂമി എന്ന് പറയുന്നത്. അപ്പോ 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴം കൂടിയ ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യൻ ചെന്നെത്താകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഈ ഒരു ഭൂമിയുടെ ഉള്ളറകളിലുള്ള രഹസ്യങ്ങൾ, ഉള്ളറകളിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളറകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും മനുഷ്യരാശിക്ക് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ ഒരു ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉള്ള ഗ്രഹങ്ങൾ, ചൊവ്വയായാലും മറ്റുള്ള ഗ്രഹങ്ങളെ, സൂര്യനെ കുറിച്ചിട്ടായാലും പഠിക്കാനും പരിവേഷണം നടത്താനും ഉപഗ്രഹങ്ങളെയൊക്കെ അയക്കാനായിട്ട് ഇന്ന് മനുഷ്യന് സാധിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ ഇന്ന് മനുഷ്യന് സാധിക്കുന്നുണ്ടോ? കടലിലെ പ്രതിഭാസങ്ങളിലായാലും ആഴം കൂടിയ മരിയാന ട്രെഞ്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, ഏറ്റവും ആഴത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറകളിൽ എന്താണ് സംഭവിക്കുന്നത്, മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയിൽ എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ ഉള്ളറകളിൽ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്നും മനുഷ്യന് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ
അത്രമാത്രം ചൂട് ഭൂമിയുടെ ഉള്ളറകളിലുണ്ട്. ആ ഒരു ചൂടിനെ തുളച്ചുകൊണ്ട് താഴത്തേക്ക് കടന്നു ചെല്ലാനുള്ള യന്ത്രങ്ങൾ മനുഷ്യൻ ഇന്ന് വരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ കണ്ടുപിടിക്കുമോ എന്നൊന്നും അറിയില്ല. നിലവിൽ ഇതുവരെയും അങ്ങനെ ഒരു ടെക്നോളജി മനുഷ്യൻ വികസിപ്പിച്ചെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളറകളിൽ, അപ്പൊ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭൂമിയുടെ ഉള്ളറകളിൽ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്? അതിന് 3 പ്രധാനപ്പെട്ട സ്രോതസ്സുകളെയാണ് മനുഷ്യനെ ആശ്രയിക്കുന്നത്. ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിന്. ഇങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇന്നതാണെന്ന രീതിയിൽ മനുഷ്യൻ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി പരീക്ഷണങ്ങളോ ഗവേഷണമോ നടത്താൻ മനുഷ്യന് ഇന്നും സാധിച്ചിട്ടില്ല. ഇനി ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഭൂമിയുടെ ഉള്ളറയെ മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ എന്താണ് ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പാളിയിൽ ഏറ്റവും പുറമെ കാണുന്ന ഈ ഒരു ഔട്ടർ ലെയർ, ഇതിനെയാണ് വിളിക്കുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ റെഡ് കളറിലുള്ളതാണ് ഏത്? മാന്റില്. ഇനി അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ഓറഞ്ച് കളറുള്ളതാണ് ഏത്? പുറക്കാമ്പ്. ഇനി ഏറ്റവും ഉള്ളില് ഒരു വൈറ്റ് കളറിലും ഒരു യെല്ലോ കളറിലും കാണപ്പെടുന്നതാണ് ഏത്? അകക്കാമ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ഭാഗങ്ങളായി അല്ലെങ്കിൽ 4 പാളികളായി നമ്മൾ ഭൂമിയെ തരംതിരിക്കാം. ഏതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചേ? ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഏത്? ഭൂവൽക്കം എന്ന് വിളിക്കുന്നത്. ഖരരൂപത്തിലുള്ള പാറകളായിട്ടാണ് ഇത് നിർമ്മിതമായിരിക്കുന്നത്. അപ്പൊ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഈ ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാല് ഈ ഭൂവൽക്കം നിർമ്മിതമാണ്. ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി 30 കിലോമീറ്ററോളം കനമാണ് വൻകര ഭൂവൽക്കത്തിന് ഉള്ളത്. ഇനി വൻകര ഭൂവൽക്കത്തിൽ പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം വരുന്നത്. അപ്പൊ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഏത്? ഈ ഭൂവൽക്കം. ഈ ഭൂവൽക്കം ഒരു ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിച്ചതാണ്. ഇതിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് സമുദ്ര ഭൂവൽക്കവും മറ്റൊന്ന് വൻകര ഭൂവൽക്കവും. അതിനകത്ത് ഈ വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്. ശരാശരി എത്ര കിലോമീറ്റർ കനമുണ്ട്? 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്ക പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്ററും കനമുണ്ട്. എന്നാൽ ഈ ഒരു സമുദ്ര ഭൂവൽക്കത്തിനാണെങ്കിൽ ശരാശരി ഒരു 5 കിലോമീറ്റർ മാത്രമേ കനം വരുന്നുള്ളൂ. ഇനി അടുത്ത പാളി ഈ ഒരു ഭൂവൽക്കം കഴിഞ്ഞ പിന്നെ ഏതാ വരുന്നേ? മാന്റിലാണ് അല്ലെ. മാന്റിൽ എങ്ങനെയാണ്? ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ്, താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഏകദേശം 2900 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് മാന്റിലിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. അതായത് ഈ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? മാന്റില് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റില്. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് മാന്റില് വ്യാപിച്ചു കിടക്കുന്നത്. മാന്റില് വ്യാപിച്ചു കിടക്കുന്ന എത്ര കിലോമീറ്റർ വരെയാണ്? 2900 കിലോമീറ്റർ വരെയാണ്. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗം ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും ഉപരിഭാഗം ചേർന്നുള്ള ഭാഗത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? ഉരുകിയ അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയർ താഴെ ഭാഗം എങ്ങനെയായിരിക്കും? ഖരാവസ്ഥയിലായിരിക്കും. അപ്പൊ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റില്. താരതമ്യേന കനമുള്ള ഭാഗമാണ് മാന്റില്. ഏകദേശം 2900 കിലോമീറ്റർ വരെ ഈ മാന്റില് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂവൽക്കവും മാന്റിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കപ്പെടുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് എന്ത് ചെയ്യുന്നു? ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് മാഗ്മ അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെ എന്തായിരുന്നു? ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത കാമ്പാണ് കേട്ടോ. മാന്റിലിന് താഴെയായുള്ള ഭാഗമാണ് കാമ്പ്. മാന്റിലിന് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കാമ്പ് കാണപ്പെടുന്നത്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ കാമ്പിന് എന്തൊക്കെയുണ്ട്? പുറക്കാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. പുറക്കാമ്പ്
എന്താണ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപിതമായതാണ്. അപ്പോൾ എന്താണ് ഖരാവസ്ഥയിലാണ് ഇത് കാണപ്പെടുന്നത്. കാമ്പ്, നിക്കല് അല്ലെങ്കിൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളായിട്ടാണ് രൂപപ്പെടുന്നത്. അതിന് കാമ്പിന് നിഫ എന്ന് പേരുണ്ട്. അകക്കാമ്പിന് ചൂട് ഏകദേശം 5500 കിലോമീറ്റർ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ മാന്റിലിന് തൊട്ട് താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നു? കാമ്പ് കാണപ്പെടുന്നു. കാമ്പിനെ നമുക്ക് എന്തായി തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. ഈ രണ്ട് ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപീകൃതമായതാണ്. അതിനാൽ ഈ കാമ്പിനെ എന്തെന്ന് വിളിക്കാം? നിഫ എന്ന് വിളിക്കുന്നു. ഈ ഒരു നിഫ എന്ന് പേരുണ്ട്. അകക്കാമ്പിന്റെ ചൂട് ഏകദേശം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അകക്കാമ്പിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറകളിലെ ചൂട് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഭൂമിയെ പല ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞിരുന്നല്ലോ, ഏതായിരുന്നു? മാൻഡിൽ, ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ തന്നെയാണ് ആ പുറമേയുള്ള വാളി, ആ പുറമേയുള്ള തോടാണ് ഏത്? ഭൂവൽക്കം. അതിന്റെ അകത്തോ മാൻഡിൽ വരുന്നു. പിന്നെ അതിന്റെ ഉള്ളിൽ കാമ്പ് വരുന്നു. ഈ കാമ്പിനെ തന്നെ എന്തുണ്ട്? അകക്കാമ്പും ഉണ്ട്, പുറക്കാമ്പ്. ഈ കാമ്പിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അകക്കാമ്പ്, ഇത് അകക്കാമ്പ്, ഇത് പുറംകാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ അന്തരീക്ഷം എന്ന ടോപ്പിക്ക് നോക്കാം കേട്ടോ. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്ത് ഈ പ്രകൃതിയുടെ ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനിൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശങ്ങളും ഉണ്ട്. അന്തരീക്ഷം അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന്, എത്ര അളവിൽ കാണപ്പെടുന്നു എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഈ ഭൂമിയിൽ ഓക്സിജൻ ലഭ്യത വന്നതോടുകൂടി മനുഷ്യരാശിയും അതുപോലെ മൃഗങ്ങൾക്കൊക്കെ ശ്വസിക്കാനും ഒക്കെ കാരണമായിട്ട് തീരുകയും അങ്ങനെ ഒരു വാതക സംരചന ഭൂമിയിൽ ഉണ്ടായിത്തീരുകയും ചെയ്തു. അപ്പൊ ഈ അന്തരീക്ഷ സംരചന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവിന് എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അതിൽ ഭൂമിയിൽ നിന്ന് 29 കിലോമീറ്റർ വരെയാണ് ഏകദേശം ഓക്സിജന്റെ ലഭ്യത ഉള്ളത്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായു, ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നതിന് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ രണ്ട് വാതകങ്ങൾ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അന്തരീക്ഷ വാതകങ്ങളുടെ ഒരു പെർസെന്റേജ് കണക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ 78% ഏതാണ്? നൈട്രജൻ ആണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിക്കുവാണെങ്കിൽ അത് ഏതാ? അപ്പോ നമ്മുടെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജൻ ആണ്. എത്ര ശതമാനമാണ്? 21%. ബാക്കി 1% ഏത് വരുന്നത്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ ഒക്കെ എത്ര ശതമാനം മാത്രമാണ്? 1% മാത്രമാണ്. അപ്പൊ 78% നൈട്രജൻ, 21% ഓക്സിജൻ, 1% ഏതൊക്കെയാ? കാർബൺ, അതുപോലെ ആർഗൺ, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോണ്, സിനോണ്, ഹൈഡ്രജൻ എന്നീ വാതകങ്ങളാണ് വരുന്നത്. ഇനി സൂര്യതാപമേറ്റ് ഭൗമോപരിതല ജലം നീരാവി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ ധാരാളം കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിന് അന്തരീക്ഷത്തിൽ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തൊക്കെ മാറുന്ന പൊടിപടലങ്ങൾ എത്തുമെന്ന് നോക്കാം. അപ്പോ ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകങ്ങള്, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണ കണ്ടുവരുന്ന എവിടെയാ? ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങളായിട്ട് രൂപപ്പെടുന്നു. അതിന് അന്തരീക്ഷ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പൊടിപടലങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവയും അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തു വരുന്നവയും ഉൽക്കകൾ കത്തുകൊണ്ട് ഉണ്ടാകുന്ന ചാരമൊക്കെയാണ് ഈ പൊടിപടലങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനി അന്തരീക്ഷം എങ്ങനെയാണ്? പല രീതിയിൽ മലിനമാക്കപ്പെടുന്നുണ്ട് അല്ലെ? ഫാക്ടറികളിൽ നിന്നുള്ള പുകകള്, വാഹന പുകകളിൽ നിന്നൊക്കെ നമ്മുടെ അന്തരീക്ഷം, പ്ലാസ്റ്റിക് കത്തുന്ന വഴി, കൃഷിയിടങ്ങൾ കത്തിക്കുന്ന വഴി, അതുപോലെ തന്നെ ഈ ഫയർ വർക്കുകളൊക്കെ ചെയ്യുന്നത് വഴി, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ വഴി നമ്മുടെ അന്തരീക്ഷം എങ്ങനെയാണ്? പല രീതിയിൽ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ് അമ്ലമഴ.
കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. ഇവ മഴവെള്ളത്തിനോടൊപ്പം കലർന്ന് വെള്ളത്തിൽ ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5 കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ എന്താണ് മഴവെള്ളത്തിന്റെ pH എത്ര മൂല്യത്തിൽ കൊണ്ട് അമ്ലമഴയായിട്ട് കണക്കാക്കപ്പെടുന്നത്? 5ൽ കുറവാണെങ്കിലാണ്. ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 7 ശുദ്ധജലത്തിന്റെ pH എന്ന് പറയുന്നത്. ജലത്തിന്റെ pH 5 കുറവാണെങ്കിൽ അമ്ലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി പുകമഞ്ഞ്. പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുന്ന വായുമലിനീകരണം ഉണ്ടാകുന്നു. പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ പുകയും മഞ്ഞും കൂടെ ഉണ്ടാകുന്നതാണ് ഏത്? പുകമഞ്ഞ് എന്ന് പറയുന്നത്. പുകമഞ്ഞ് എങ്ങനെ ഉണ്ടാകുന്നു? വ്യവസായശാലകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളയുടെ അവശിഷ്ടം കത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് ഇത്തരത്തിൽ പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷം നിറയുന്ന പ്രതിഭാസത്തെയാണ് എന്ന് വിളിക്കുന്നത് നമ്മള് പുകമഞ്ഞ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള മലിനീകരണം കുറയ്ക്കാം? സോളാർ പാനൽ വെക്കുന്നത് വഴി, അതുപോലെ തന്നെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, എന്താണ് ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗമൊക്കെ വഴി നമുക്ക് ഇതൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അന്തരീക്ഷത്തിന്റെ ഘടനയെ കുറിച്ച് നോക്കാം. എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നും ഈ നമ്മൾ ഭൂമിയെ പല ഭൂവൽക്കം, അകക്കാമ്പ്, പുറക്കാമ്പ്, മാന്റിൽ എന്നിവ പലതായിട്ട് തരംതിരിച്ചിരുന്നു അല്ലെ. അതുപോലെ നമുക്ക് എന്താ അന്തരീക്ഷത്തെയും പലതായിട്ട് തരംതിരിക്കാം. നോക്കിക്കേ, ട്രോപ്പോസ്ഫിയർ മുകളിൽ വരുന്നു, അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ വരുന്നു, സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ മിസോസ്ഫിയർ വരുന്നു, മിസോസ്ഫിയറിന്റെ മുകളിൽ തെർമോസ്ഫിയർ വരുന്നു, ഏറ്റവും മുകളിൽ എന്താണ് എക്സോസ്ഫിയർ വരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ഭൂമിയുടെ ഉള്ളറകളെ വിവിധ പാളികളായിട്ട് തരംതിരിച്ചുവോ അതുപോലെ തന്നെ നമുക്ക് അന്തരീക്ഷത്തെയും എന്ത് ചെയ്യാം? വിവിധ ഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി. അന്തരീക്ഷത്തിൽ കണ്ടോ, ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏത്? ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണത്. അപ്പൊ അന്തരീക്ഷം ഏറ്റവും താഴെയുള്ള പാളിയാണ്. ശരാശരി 13 കിലോമീറ്റർ വരെ ആണ് ഉയരം. ധ്രുവ പ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്റർ, ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരമുണ്ട്. ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇതിന് ഭൗമോപരിതലത്തിന് ഏകദേശം ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവ പ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും വരെയാണ് ഉയരം. ഭൂമധ്യരേഖ പ്രദേശം ചൂട് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. പൊടിപടലങ്ങൾ, ജലബാഷ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു പാളിയിലാണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും എവിടെ സംഭവിക്കുന്നുണ്ട്? ട്രോപ്പോസ്ഫിയറിൽ സംഭവിക്കുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിന്റെ പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിന് ഏകദേശം 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? താപനഷ്ട നിരക്ക്. അതിനെ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കാം. അപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അപ്പൊ ഭൗമോപരിതലത്തിന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കാം. അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിനാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടുള്ള അന്തരീക്ഷ പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയർ നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നത് കാണാം. ഇനി ഈ ഓസോണിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതായത് ഈ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നതാണ് ഏത്? ഓസോൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മളെ മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കൊട, അത് സൂര്യപ്രകാശം ഏൽക്കാതെ കൊടയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. അതുപോലെ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കുട പോലെ നിൽക്കുന്ന ഒന്നാണ് ഏത്? ഈ ഓസോൺ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന അതിമാരകമായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തുന്ന ഒരു കവചം പോലെ ഭൂമിയുടെ മുകളിൽ, ഭൂമിയുടെ പുതപ്പ് പോലെ ഭൂമിയെ കവർ ചെയ്ത് നിൽക്കുന്നതാണ് ഏത്? ഓസോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓസോൺ അധികമായിട്ടുള്ള ഈ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനിലോ ജീവജാലങ്ങളിലോ ഒക്കെ പതിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? വളരെ വലിയ നെഗറ്റീവ് ഇമ്പാക്ട് അത് ഉണ്ടാക്കും. എന്തൊക്കെയാണ് അൾട്രാ വയലറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങള്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം ഉണ്ടാകും, സസ്യവളർച്ച മുരടിക്കും, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിനുണ്ടാകുന്ന ക്യാൻസർ, ഈ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ എന്തിലൂടെ ഉണ്ടാകും? ഇത്തരത്തിലുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ
ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പൊ ഈ അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്ന ഒരു കവചമാണെന്ന് നമുക്ക് എന്തിനെ പറയാം? ഓസോണിനെ പറയാം. ഇനി ഓസോൺ ദിനം എന്നാണ് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഓസോൺ ദിനം ആചരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പൊ എന്താണ് ലോക ഓസോൺ ദിനം? സെപ്റ്റംബർ 16. ഇനി നമുക്ക് അടുത്ത പാളിയെ കുറിച്ച് പഠിക്കാം. മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? മിസോസ്ഫിയർ. ഈ പാളിയിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസം ഉണ്ട്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന എവിടെ വെച്ചിട്ടാണ്? മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? മിസോസ്ഫിയർ. ഈ പാളിയുടെ ഉയരം കൂടുന്തോറും താപനില കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴും താപനില എത്രയാവും? -100°C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന എവിടെ വെച്ചിട്ടാണ്? ഈ മിസോസ്ഫിയറിൽ വച്ചിട്ടാണ്. അടുത്ത പാളിയാണ് തെർമോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി അയണോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങളെ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പൊ അയണോസ്ഫിയറിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ എന്ത് കാര്യം നമുക്ക് മനസ്സിലാകും? അന്തരീക്ഷത്തിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്ന അൾട്രാവയലറ്റ് രശ്മികൾ, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രയുടെ അയോണുകളാക്കി മാറ്റപ്പെടുന്നു. ഈ പ്രക്രിയ എന്ത് വിളിക്കുന്നു? അയോണീകരണ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാനായിട്ടും സാധിക്കും. അയോണുകൾക്ക് എന്തിനു സാധിക്കും? വൈദ്യുതിയെ കടത്തിവിടാനായിട്ട് കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം. അപ്പൊ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം നടക്കുന്ന എവിടെയാ? അയണോസ്ഫിയറിലാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഏത്? എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളി വായു തന്മാത്രയുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ടാണ് എക്സോസ്ഫിയർ വരുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏതാ? എക്സോസ്ഫിയർ ആണ്. 400 കിലോമീറ്റർ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എക്സോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് മാറുന്നത്? എക്സോസ്ഫിയർ മാറുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഈ തുടർ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ട് എന്തൊക്കെയാ പറയുന്നത്? ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭൂമിയുടെ ഓരോ പാളികളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളും പഠിച്ചു. പിന്നെ നമ്മൾ അന്തരീക്ഷത്തിലെ ഓരോ പാളികളും അതിന്റെ പ്രത്യേകതകളുമാണ് പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഇത് ഈ ചാപ്റ്റർ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. ചോദ്യം ഉത്തരം എന്ന രീതിയിൽ മുഴുവൻ SCERT പാഠപുസ്തകം 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ പാഠപുസ്തകങ്ങൾ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് 5, 6, 7 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള 5, 7, 9 ക്ലാസ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ്, നിങ്ങൾക്കറിയാം SCERT ചാപ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. 5, 7, 9 മാറിയ ടെക്സ്റ്റ് ബുക്കും നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഒക്കെ എല്ലാം നമ്മൾ 3 ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ SCERT എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഉറപ്പ് പറയുന്നു. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ SCERT വായിക്കണ്ട. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി കാണാം. Thank you so much.